അപ്പോൾ ഗൈസ്, നമ്മുടെ അംബാസഡറിനെ കുറിച്ച് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നു, പേഴ്സണലി കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ ഫ്രണ്ട് കണ്ടു കഴിഞ്ഞപ്പം മറ്റേ പഴയ ലാൻഡ് മാസ്റ്റർ അതേപോലെ തന്നെ ഏകദേശം ഒരിത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ വണ്ടിയെ സംബന്ധിച്ചോളം നമുക്ക് നമ്പർ ഇത് തന്നെ വേണ്ടതുകൊണ്ട് കുറേ നാൾ രോഹിത്തും ഞാനും അലഞ്ച് നടന്നിട്ടാണ് ഇങ്ങനെ ഒരു നമ്പർ തന്നെ നമ്മൾ ഒപ്പിച്ചത്. നമ്മുടെ വണ്ടി 2012 മോഡൽ ഇസൂസു എഞ്ചിനാണ്, AC പവർ സ്റ്റിയറിംഗ് ഒറിജിനൽ ഇസൂസു ആണ്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് 1954 മോഡലിലേക്ക് ആക്കിയാണ് നമ്മൾ ഈ രീതിയിലേക്ക് ആക്കിയെടുത്തത്. ഈ വണ്ടിയെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ ബഷീറിനെ എല്ലാവർക്കും അറിയാം. മിക്സ് മാക്സിൻ്റെ ബഷീർ ഈ കേരളത്തിലെ തന്നെ വണ്ടികളെ ഒരു രീതിയിൽ അത്രയും അംബാസഡറിനെ അത്രയും സെറ്റ് ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരാളറിയാം, ദ വൺ ആൻഡ് ഒൺലി ബഷീറൊക്കെ നമ്മുടെ ചങ്കാണ്. പുള്ളിക്കാരനാണ് നമ്മളെ ഈ വണ്ടി ഇത്രയും കാര്യമായിട്ട് സെറ്റ് ചെയ്തത്. അംബാസഡറിന് ഇപ്പോഴത്തെ നാട്ടിലെ ഒരു വില എടുത്ത് നോക്കി കഴിഞ്ഞാൽ മേ ബി ഒരു 2 ലക്ഷം 3 ലക്ഷം അത്രയും രൂപയ്ക്ക്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജോജി ഒരു വീഡിയോ ചെയ്തപ്പോൾ പ്രത്യേകം ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഞ്ചിൻ റൂമിനകത്ത് തന്നെ നമ്മൾ ഏകദേശം ഈ വണ്ടിക്കകത്ത് ഒരു 3 ലക്ഷം രൂപയ്ക്ക് മണ്ടയ്ക്ക് ഈ എഞ്ചിൻ റൂമിനകത്ത് തന്നെ നമ്മൾ ഇതിൻ്റെ മുടക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയറിലേക്ക് വന്നാലും ബാക്കി കാര്യങ്ങളിലേക്ക് വന്നാലും ഇവിടോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സീറ്റ് ആണെങ്കിലും ഡാഷ് ആണെങ്കിലും കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ കസ്റ്റം ചെയ്ത് ഇതേപോലെ ആക്കിയെടുക്കണം. ഏകദേശം ഒരു 13 ലക്ഷം രൂപയോളം ഈ വണ്ടിയുടെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും വേണ്ടി മാത്രം മുടക്കിയിട്ടാണ് നമ്മൾ ഈ വണ്ടി ഇത്രയും വൃത്തിയായിട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കാർ സർജൻ ആയിട്ടുള്ള ബഷീർ മിക്സ് മാക്സ് കാർ സർജൻ എന്ന് പറഞ്ഞേക്കുന്ന ഈ ആള് തന്നെയാണ് ഏറ്റവും കൂടുതൽ വണ്ടി ചെയ്തേക്കുന്നത്. പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് കേരളത്തിലെ ഏറ്റവും ടോപ്പായിട്ട് മോഡ്സ് ചെയ്തേക്കുന്ന വണ്ടി എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്.